നമസ്കാരം. നാം ഒരു ഉപഭോക്തൃ സംസ്ഥാനത്ത് ജീവിക്കുന്നവരാണ്. മിക്ക ദിവസങ്ങളിലും പല സാധനങ്ങളും കഴിക്കാനുള്ളതും ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ളവ വാങ്ങി ആണ് ദിനേന നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നത്. നമ്മളൊരു പേസ്റ്റ് വാങ്ങുമ്പോൾ അതിനകത്ത് MRP എന്നാണ് അട അടിച്ചിരിക്കുന്നത്. മാക്സിമം റീറ്റെയിൽ പ്രൈസ്. കമ്പനി ആ സാധനത്തിന് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം റീറ്റെയിൽ പ്രൈസാണ് പറയുന്നത്. ചില കടകളിൽ ചെന്ന് മേടിക്കുമ്പോൾ മാക്സിമം റീറ്റെയിൽ പ്രൈസ് അതീ വില കിടപ്പുണ്ടല്ലോ എന്ന് പറയും. അതനുസരിച്ച് വാങ്ങും. ഇപ്പോൾ ഈ ജുവലറികളിലും അങ്ങനെ അവർ അതിനും ഹാഷ്ടാഗ് പോലെ കൊടുത്തിരിക്കുകയാണ്. ഇത്ര ഗ്രാം ഇത്ര രൂപ എന്നുള്ള രീതി. നമ്മൾ സ്വർണം വാങ്ങുമ്പോൾ സ്വർണത്തിന് പണിക്കൂലിയും പണിക്കുറവും അവരുടെ ഒരു അഭിവാജ്യ ഘടകമാക്കി വച്ചിരിക്കുകയാണ് നൂറ്റാണ്ടുകളായി നമ്മുടെ സ്വർണ്ണ വ്യാപാരികൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ വെളിച്ചെണ്ണയുടെ മേക്കിംഗ് ചാർജ് വാങ്ങാറില്ല. ടി വി വാങ്ങുമ്പോൾ ടി വിക്ക് വില കൂടാതെ ഒരു മേക്കിംഗ് ചാർജ് ഇല്ല. കാർ വാങ്ങുമ്പോൾ കാറിൻ്റെ വിലയെ കൂടാതെ ഒരു മേക്കിംഗ് ചാർജ് ഇല്ല. പക്ഷെ ഇതൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ് എനിക്കൊന്ന് വെള്ളിക്ക് പോലും മേക്കിംഗ് ചാർജ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെള്ളി അതിനുവേണ്ടി നമ്മളിങ്ങനെ ദൈനംദിനം ഉപയോഗിക്കാത്തതുകൊണ്ടാണ് അതിനെപ്പറ്റി വലിയ അറിവ് ഇല്ലാത്തത്. പക്ഷെ സ്വർണത്തിൻ്റെ കാര്യത്തിൽ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ആ സാധനത്തിന് മേക്കിംഗ് ചാർജ് അത് 15 തൊട്ട് 20 വരെ വാങ്ങുന്ന പല ജുവലറികളുമുണ്ട്. ഇങ്ങനെ കേരളത്തിലെ ജുവലറിയുടെ സാഹചര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴാണ് തിരുവനന്തപുരത്ത് ഒരു പുതിയ ജുവലറി ഗ്രൂപ്പ് 2019 ആരംഭിക്കുന്നത്. ഡോക്ടർ മുഹമ്മദ് മൻസൂർ എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ പ്രൊപ്പറേറ്റർ. 2019 ആരംഭിച്ച ആ സ്ഥാപനത്തിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി ഏകദേശം 40-ലധികം ഷോറൂമുകൾ ഇന്ന് നിലവിലുണ്ട്. കൂടാതെ സ്വന്തമായിട്ടുള്ള മാനുഫാക്ചറിങ് യൂണിറ്റ്, അവരുടെ ജുവലറികൾക്ക് ആവശ്യമായ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകളുണ്ട്. 1200ഓളം തൊഴിലാളികൾക്ക് നേരിട്ടും അല്ലാതെ വളരെയധികം ആൾക്കാർക്ക് അവർ ജോലി അദ്ദേഹം നൽകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഞാൻ ഈ അൽ മുക്താർ ജുവലറി പറ്റി പഠിച്ചു വെച്ചത്. അങ്ങനെ ഇരിക്കെയാണ് വളരെ അവിചാരിതമായി കരുനാഗപ്പള്ളി എന്ന സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ അൽ മുക്താർ ജുവലറിയിൽ നിന്ന് വാങ്ങുന്ന സ്വർണ്ണം ഇവിടെ എടുക്കുന്നതല്ല എന്നൊരു ജുവലറിയുടെ മുമ്പിൽ പരസ്യം കണ്ടു. അടുത്ത ജുവലറി മുമ്പിലും കണ്ടു. കുറച്ചു നാളിന് ശേഷം അത് അവിടുന്ന് അപ്രത്യക്ഷമായി. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം കുറേ വാർത്തകൾ ഈ ജുവലറിക്ക് വരെ പുറത്തു വന്നത്. അതിൻ്റെ നിജസ്ഥിതി കഴിഞ്ഞ 3-4 ദിവസമായി ഞാൻ പഠിക്കുകയായിരുന്നു. എന്താണ് അതിനകത്ത് സംഭവിച്ചതെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടക്കാർ തമ്മിലുള്ള കിടമത്സരമാണ് ഈ സ്ഥാപനത്തിനെതിരെ ഇന്ന് തിരിയാനുള്ള കാരണം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 0% പണിക്കൂലിൽ അദ്ദേഹം കല്യാണ പാർട്ടികൾക്ക് സാധനങ്ങൾ നൽകുന്നു. അല്ലാതെ പോകുന്ന ഡയറക്റ്റ് പർച്ചേസിനെല്ലാം തന്നെ 2 തൊട്ട് 2.5% വരെ മാത്രമേ മേക്കിംഗ് ചാർജ് വാങ്ങുന്നുള്ളൂ. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക് അവരുടെ കച്ചവടം കുറഞ്ഞു. ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90 ദിവസത്തിന് മുമ്പ് നൽകുന്ന വിവാഹ പാർട്ടികളുടെ അഡ്വാൻസ് തുക, ആ തുക 90 ദിവസം അദ്ദേഹത്തിന് ബിസിനസ് ആവശ്യങ്ങൾ വിനിയോഗിക്കാൻ പറ്റും. 90 ദിവസത്തിന് ശേഷം ഞാൻ സാധനം എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ആ സാധനത്തിന് മേക്കിംഗ് ചാർജ് ഇല്ലാതെ കൊടുക്കാൻ സാധിക്കും. കാരണം ഈ 90 ദിവസവും അവരുടെ പണം കൊണ്ട് അദ്ദേഹം ബിസിനസ് ചെയ്തു. അപ്പോൾ 0%-ൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഉദാഹരണത്തിന് ഏകദേശം ഒരു 1000 ഗ്രാം സ്വർണം വാങ്ങുന്ന ഒരാളിന് മേക്കിംഗ് ചാർജ് ഇനത്തിൽ മറ്റുമായിട്ട് ഒരു 8 ലക്ഷം രൂപ തൊട്ട് 9 ലക്ഷം രൂപ വരെ കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് വിവാഹ പാർട്ടികളൊക്കെ തന്നെ ഈ ജുവലറിയിലേക്ക് ഇരച്ചു കയറുവാൻ തുടങ്ങി. അവരുടെ ബിസിനസ്സിലേറിയ പങ്കും വിവാഹ പാർട്ടികളുടെ ബുക്കിങ്ങും ഒക്കെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ അടുത്ത സമയത്ത് ഇവരുടെ പ്രൊപ്പറേറ്റർഷിപ്പ് ആയതുകൊണ്ട് തന്നെ ബില്ലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം നേരിട്ടാണ്, അതിൻ്റെ MD നേരിട്ട് തന്നെ ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ഡോക്ടർ മുഹമ്മദ് മൻസൂറിൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ രാവിലെ ഓപ്പൺ ചെയ്തെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ എല്ലാ യൂണിറ്റുകളിലും എല്ലാ ഷോറൂമുകളിലും ബില്ല് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ബില്ലടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ ഉള്ളതായി അറിയാൻ സാധിച്ചു. അതിനുശേഷം പറയുന്നത് അദ്ദേഹം 2000 കോടിയും കൊണ്ട് മുങ്ങി എന്നൊരു വാർത്ത കണ്ടു. അതിനെപ്പറ്റി അന്വേഷിച്ചപ്പം ഈ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ബില്ലടിക്കാൻ സാധിക്കാതെ വന്നത് അദ്ദേഹം ആ ദിവസങ്ങളിൽ 2-3 ദിവസത്തോളം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചോദ്യം ചെയ്യലിന് വേണ്ടി, അതായത് അവർ എല്ലാ വർഷവും ചെയ്യുന്ന പോലുള്ള അവരുടെ ഒരു സർവേ നടക്കുകയായിരുന്നു. ആ സർവേയുടെ ആവശ്യമായി അവരോടൊപ്പം ആയിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു ദിവസം രാവിലെ ഈ അദ്ദേഹത്തിൻ്റെ PC ഓൺ ചെയ്യാൻ സാധിക്കാതെ വന്നാണ് പ്രശ്നമായി പരിണമിച്ചത്. പക്ഷേ ഇതിനെയൊക്കെ പർവ്വതീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ച്, ഉപഭോക്താവിനെ സംബന്ധിച്ച് നല്ല സ്വർണവും വില കുറച്ച് കിട്ടുന്നെങ്കിൽ നമുക്കതല്ലേ ആവശ്യം. മറ്റുള്ളതൊക്കെ അവരുടെ പ്രശ്നങ്ങളാണ്, നമ്മളറിയേണ്ട കാര്യമില്ല. അപ്പോൾ അതിനകത്ത് മാത്രമല്ല ഈ അദ്ദേഹത്തിൻ്റെ ജാതിയോ മതമോ നോക്കി
ജുവലറി വിമർശിക്കുന്ന ഒരു ശരിയായ രീതിയാണെന്ന് തോന്നുന്നില്ല. ഹിന്ദുക്കൾ അവരുടെ കടയ്ക്ക് അവരുടെ പേരിടുന്നു, ക്രിസ്ത്യാനികൾ അവരുടെ അവർ തുടങ്ങുന്ന കടയ്ക്ക് ക്രിസ്ത്യാനികൾക്ക് അവരുടെ മതഗ്രന്ഥവുമായി ബന്ധപ്പെട്ട പേരുകൾ ഇടുന്നു. അങ്ങനെ അൽ-മുക്താദിർ ഗ്രൂപ്പിൻ്റെ ഉടമയും അത് അൽ-മുക്താദിർ എന്നും തുടങ്ങുന്ന രീതിയിലുള്ള പേരുകൾ എല്ലാം തന്നെ ഇട്ടു. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു നല്ല മതവിശ്വാസി ആയതുകൊണ്ട് അതിൽപ്പെടുത്തി ചെയ്താണെന്ന് തോന്നുന്നു. കൂടാതെ ഈ സ്ഥാപനത്തിന് ദുബൈ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും ഷോറൂമുകളുണ്ട്. അതിലെല്ലാം ഉപരി ബോംബെയിലുണ്ട്. അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ, ഓർണമെന്റ്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ സ്വന്തം ബ്രാൻഡായ രീതിയിൽ ഇവർ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടി മറിയം വെഡിങ് കളക്ഷൻസ് എന്ന് പറഞ്ഞ കളക്ഷൻസ് ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതാണ്. അങ്ങനെ ഈ രംഗത്ത് 2019 മുതൽ ഉള്ള ഈ പറഞ്ഞ 5-6 വർഷം കൊണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് സ്വർണ്ണ കച്ചവട മേഖലയിൽ തൻ്റെ ആധിപത്യം സ്ഥാപിച്ചപ്പോഴുണ്ടായ കുടിപ്പകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഗ്രൂപ്പിൽ ഉണ്ടായിട്ടുള്ള, നാളിതുവരെ ഉണ്ടായിട്ടുള്ള, അല്ലെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ കിംവദന്തികളും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ എല്ലാ ഷോറൂമുകളിലും ഈ പ്യൂരിറ്റി അളക്കുന്നതിനുള്ള സംവിധാനമുണ്ട്. മാത്രമല്ല, ഈ സ്വർണത്തെ സമ്പാദ്യമായി കാണുന്ന ഒരു വിഭാഗം നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് വേണ്ടി 24 ക്യാരറ്റ് സ്വർണം, ആ സ്വർണത്തിൻ്റെ ഒരു യൂണിറ്റും അദ്ദേഹത്തിൻ്റെ ഷോറൂമുകളിലും സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന ബുള്ളിയൻ ഗോൾഡ് എന്ന് പറയുന്ന ഈ 24 ക്യാരറ്റ് സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നവർക്ക് അതിന് പ്രത്യേകം ഷോറൂം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് അദ്ദേഹം ഒരു മാള് തന്നെ അതിനുവേണ്ടി സംഘടിപ്പിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അൽ-മുക്താർ ഗ്രൂപ്പിനെ വെള്ളപൂശാനോ അവരുടെ സ്വർണം നല്ലതാണെന്ന് പറയാനോ വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത്. ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച്, ഉപഭോക്തൃ സംസ്ഥാനത്തെ സംബന്ധിച്ച്, നമുക്ക് ഓരോ ഉപഭോക്താവിനും അവൻ്റേതായ അവകാശങ്ങളും അത് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശവുമുണ്ട്. അത് മറ്റൊരാൾ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കേണ്ടതല്ല. നമ്മൾ കൊടുക്കുന്ന പണത്തിന് തത്തുല്യമായ മൂല്യമുള്ള സ്വർണം നൽകുന്നുണ്ടെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന തുകയ്ക്ക് തത്തുല്യമായ വസ്തു നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, അതിൽ പ്യൂരിറ്റി ഉണ്ടെങ്കിൽ, നമ്മൾ എന്തിനാണ് അവരെ എതിർക്കാൻ പോകുന്നത്? സ്വർണ്ണക്കടകളുടെയൊക്കെ ലാഭം, ഒരു ചെറിയ കടയും കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ തന്നെ വലിയ വലിയ കടകൾ എടുക്കുന്നതിൻ്റെ പിന്നിൽ അവരുടെ ബിസിനസ് രംഗത്തുള്ള വളർച്ച തന്നെയാവാം. അപ്പം അൽ-മുക്താർ ഗ്രൂപ്പ് പണം ഉണ്ടാക്കിയത് ഉപഭോക്താവിനെ അവരുടെ കൂടെ നിർത്തിക്കൊണ്ടാണെങ്കിൽ, മറ്റുള്ള ഉപഭോക്താവിനെ അകറ്റി നിർത്തിക്കൊണ്ടാണ് അവർ പണം ഉണ്ടാക്കി കൊടുക്കുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, ചെറിയ ലാഭത്തിൽ കൂടുതൽ കച്ചവടം ചെയ്യുക. കൂടുതൽ കച്ചവടം ചെയ്യുമ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സ് അവരിലേക്ക് ചെല്ലും. മറ്റുള്ളവർ കുറച്ച് കച്ചവടം ചെയ്ത് കൂടുതൽ ലാഭം ഉണ്ടാക്കുക. ഇത് മാത്രമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ തുണിക്കടകളുടെ കാര്യത്തിലുമുണ്ട്. പല തുണിക്കടകളുടെ കാര്യത്തിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അവിടുത്തെ തുണി മോശമാണെന്ന് പറയും. ഇതൊരു സ്വർണ്ണം മോശമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, കാരണം അതിൻ്റെ പ്യൂരിറ്റി അളക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് മോശമാണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മിക്ക ജുവലറിക്കാരും സ്വർണം വെളിയിൽ നിന്ന് കൊണ്ടുവരികയാണ് ഇന്ന്. വെളിയിൽ നിന്ന് കൊണ്ടുവരിക, അല്ല മറ്റുള്ളിടത്ത് മാനുഫാക്ചർ ചെയ്ത് കൊണ്ടുവന്നിട്ട് അവരുടെ പേരടിച്ച് 916 ഹാഷ്ടാഗ് അടിച്ചാണ് നമ്മുടെ മുമ്പിലേക്ക് തരുന്നത്. അവർ പഞ്ച് ചെയ്ത് എടുക്കുകയാണ്. ഇവരാരും തന്നെ സ്വന്തം സ്വർണ്ണം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ പ്യൂരിറ്റിയെ പറ്റി ഇവർക്ക് ആർക്കും തന്നെ കൂടുതൽ അവകാശം ഉന്നയിക്കാൻ പറ്റില്ല. പല ജുവലറികളും പ്യൂരിറ്റി അളക്കാനുള്ള ഉപകരണമില്ല എന്നുള്ളത് വസ്തുതയും സത്യമാണ്. അപ്പം ആത്യന്തികമായി നമ്മുടെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, നമ്മൾ കൊടുക്കുന്ന പണത്തിന് അതിൻ്റേതായ മൂല്യം ആര് നൽകുന്നു അവരെയാണ് ഈ സമൂഹത്തിന് ആവശ്യം. വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.